എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സാറാ തോമസിന്റെ പരാതിക്കൊപ്പം തന്നെ രാഹുലിനെ അനുകൂലിക്കുന്ന, രാഹുലിനെ കുടുക്കാൻ ശ്രമിച്ചു, ആ വിഷയം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള മറ്റൊരു പരാതിയുണ്ട്. ആ പരാതി പറയുന്നത് റിനിക്കെതിരെ ഏറ്റവും ആദ്യം രാഹുലിന്റെ പേര് പറയാതെ വെളിപ്പെടുത്തൽ നടത്തിയ ആളാണ് റിനി. അതിനുശേഷമാണ് പിന്നീട് ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ രാഹുലിന്റെ പേര് പറഞ്ഞില്ല. ആ റിനി അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അതന്വേഷിക്കണമെന്ന് കാട്ടി ഒരു പരാതിയുണ്ട്. ആ പരാതി നൽകിയിരിക്കുന്നത് ഷിജു പി ജോൺ എന്ന ആളാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 10 പരാതികളാണ് ആകെ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായിട്ട് മാധ്യമങ്ങളിൽ വന്ന് ഓഗസ്റ്റ് 20-ാം തീയതി ആദ്യമായിട്ട് രാഹുലിന്റെ പേര് പറയാതെ, എന്നാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് തിരിച്ചറിയാനുള്ള എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സിനിമാ നടിയാണെന്ന് പറയുന്നു, അവതാരകയാണെന്ന് പറയുന്നു, ന്യൂസ് റീഡർ ആണെന്ന് പറയുന്നു, മാധ്യമപ്രവർത്തകയാണെന്ന് പറയുന്നു, ഒക്കെ അവകാശപ്പെടുന്ന റിനി ആൻഡ് ജോർജ് ആണ്. ഈ റിനി ആൻഡ് ജോർജിനെതിരെ ഇപ്പോ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുകയാണ് ഷിജു പി ജോൺ എന്ന് പറയുന്ന വ്യക്തി. എന്താണ് പരാതിയിൽ പറയുന്നത്? പരാതിയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പുകമറ അല്ലെങ്കിൽ കോലാഹലം, ബഹളം, വേട്ടയാടൽ ഒക്കെ ഉണ്ടാവുന്ന തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചു, സ്ത്രീകൾക്കെതിരെ അക്രമം നടത്തി, തനിക്കെതിരെ അക്രമം നടത്തി എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു ഒഫീഷ്യലി ഒരു പരാതി നൽകാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? ആ തയ്യാറാവാത്തത് കാരണം അങ്ങനെ ഒരു പരാതിപ്പെട്ട് ആ പരാതിയുടെ മേൽ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ റിനി പറയുന്ന കാര്യങ്ങൾ അത്രയും പച്ചക്കള്ളമാണെന്ന് തെളിയും, റിനി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും വ്യാജമാണെന്ന് തെളിയും, റിനി ആരോപിക്കാൻ ഇടയായ സാഹചര്യം, അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന, റിനിയെ കൊണ്ട് പണം നൽകി പറയിപ്പിച്ചതാണ് എന്നും തെളിയും. അതിനു പുറമെ ഇത്തരത്തിൽ ഒരു പരാതി ഉന്നയിക്കാൻ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഈ യുവതി ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ ലക്ഷങ്ങൾ കൈപ്പറ്റി, പണം കൈപ്പറ്റിയിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ഷിജു പി ജോൺ. ഇപ്പോ ആ കാര്യങ്ങൾ, ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിൽ ഇതൊക്കെ ശരിയാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പോലീസ് പരാതിക്കാരെ അന്വേഷിച്ചിറങ്ങിയിട്ടും ഈ റിനിയെ, ആരോപണം ഉന്നയിച്ച റിനിയെ പോലീസ് പലതവണ സമീപിച്ചിട്ടും പരാതി നൽകാൻ വേണ്ടി അവരോട് ഒരു പരാതി ഒഫീഷ്യലി ഒരു റിട്ടൺ കംപ്ലൈന്റ് എഴുതി നൽകാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെട്ടിട്ടും റിനി അതിന് തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, റിനിയോട് ഇത്തരത്തിൽ രാഹുൽ ആക്രമിച്ചതിന്റെ, സ്ത്രീകളെ ആക്രമിച്ചതിന്റെ, റിനിക്കുണ്ടായ ദുരനുഭവത്തിന്റെ തെളിവുകൾ ചോദിച്ചിട്ട് അത്തരത്തിലൊരു തെളിവുകളും തൻ്റെ കയ്യിലില്ല എന്നാണ് റിനി അവകാശപ്പെടുന്നത്. അവിടെയാണ് ഇതിന്റെ ദുരൂഹത, ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു വരുന്നത്. ഗൂഢാലോചന മറനീക്കി പുറത്തു വരികയാണ്. റിനി എന്തുകൊണ്ട് ഒരു പരാതി നൽകുന്നില്ല? റിനി എന്തുകൊണ്ട് നിയമ നടപടി വേണ്ട എന്ന് തീരുമാനിക്കുന്നു? റിനി പോലീസ് ആവശ്യപ്പെട്ടിട്ടും ഒരു നിയമ നടപടിയിലേക്ക് സഹകരിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിനുള്ള കാരണം എന്ന് പറയുന്നത്, റിനി അങ്ങനെ സഹകരിച്ചു കഴിഞ്ഞാൽ റിനിയുടെ കയ്യിൽ തെളിവുകളില്ല. റിനിയുടെ കയ്യിൽ തെളിവുകളില്ലാതെ വരുമ്പോൾ റിനി പറഞ്ഞതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദ്യം വരും. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ റിനി ഈ പറയുന്ന ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകുന്ന സിസ്റ്റമാണ് രാഹുൽ ഉപയോഗിച്ചതെങ്കിൽ പോലീസിന് ഇപ്പോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അവരോട് ഇതിന്റെ റിക്കവർ ചെയ്ത് എടുത്തു കൊടുക്കാൻ പറയും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രാഹുൽ അയച്ചിരിക്കുന്ന മെസ്സേജുകൾ മൊത്തം പുറത്തു വരുമെന്ന് മാത്രമല്ല, അതേസമയം രാഹുലുമായിട്ട് സംസാരിക്കുകയും രാഹുലുമായിട്ട് ഇടപാടുകൾ നടത്തുകയും ചെയ്ത അതേസമയം തന്നെ റിനിക്ക് ഗൂഢാലോചനക്കാർ നൽകിയ ലക്ഷങ്ങളുടെ ഇടപാടുകളുടെ തെളിവുകളും പുറത്തു വരും. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിനി ഇപ്പോ എനിക്ക് പരാതിയില്ല, എനിക്ക് നിയമ നടപടിയുമായിട്ട് ഞാനില്ല മുന്നോട്ട് പോവാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗൂഢാലോചന പുറത്തു വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, അയാൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേട്ടയാടലുകൾ പുറത്തു വരും. അത് മാത്രവുമല്ല, ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കളിച്ചത് ആരൊക്കെയാണെന്ന് പുറത്തു വരും. അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ഗൂഢാലോചനക്കാരുടെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് 2016 കേരളം കണ്ട ഏറ്റവും മഹാനായ, ഏറ്റവും വലിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരത്തിലൊരു സ്ത്രീയെ ഇറക്കിക്കൊണ്ട് കളിച്ച കളി, ആ നെറികെട്ട കളിയുടെ തുടർക്കഥയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് പുറത്തു വരുമ്പോൾ
ഈ പിന്നിൽ കളിച്ച ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള, അത് നടത്തിയിട്ടുള്ള, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പലരുടെയും മുഖങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പിച്ചി ചീന്തപ്പെടും. അത് മനസ്സിലാക്കിയിട്ടാണ് റിനി ഇതിനെ കൂട്ടുനിൽക്കാത്തത്. ഇതിൽ രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഈ റിനിയെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ തന്നെ അവന്തികയെ കൊണ്ടും പറയിപ്പിച്ച ട്രാൻസ് വുമൺ ആയിട്ടുള്ള അവന്തികയെ കൊണ്ടും പറയിപ്പിച്ച മാധ്യമ പ്രവർത്തകരുണ്ട്. അതുപോലെ CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീനാദേവിയെ കൊണ്ടും, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീനാദേവിയെ കൊണ്ടും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടി, പറയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകരുമുണ്ട്. അപ്പോ റിനി ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നാൽ, അന്വേഷണങ്ങൾ നടന്നു കഴിഞ്ഞാൽ, ആ അന്വേഷണങ്ങൾ കോടതിയിലെത്തുമ്പോൾ രാഹുലിന്റെ ഭാഗം രാഹുൽ കോടതിയിൽ പറയുമ്പോൾ ആ കോടതി ഈ കാര്യങ്ങളിൽ, ഈ ഗൂഢാലോചനയുടെ കാര്യത്തിൽ അന്വേഷിക്കാൻ ഉത്തരവിടും. അങ്ങനെ ഉത്തരവിടുമ്പോൾ ഇത് പോലീസ് അന്വേഷിക്കേണ്ടി വരും. അന്വേഷിക്കുമ്പോൾ ഈ ഗൂഢാലോചന പൊളിയും. ഈ ഗൂഢാലോചനയിൽ മാധ്യമ പ്രവർത്തകരുണ്ട്, കേരളത്തിലെ മുഖ്യധാര മാധ്യമ പ്രവർത്തകരുണ്ട്, മുഖ്യധാര വാർത്താ ചാനലുണ്ട്, അതുപോലെ തന്നെ സഖാക്കളുണ്ട്, സംഘ് പരിവാറുകാരുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു അന്തർധാര നാടകമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിപ്പോ അതുകൊണ്ടാണ് റിനി ഇത്തരത്തിൽ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരാത്തത്. അപ്പോ അത് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ റിനിക്കെതിരെ അന്വേഷണം നടത്തണം. അത് നടത്തണമെങ്കിൽ പരാതിയാണെങ്കിൽ പരാതി ഉണ്ടെങ്കിലേ നടത്തൂ എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ പരാതി, പോലീസിന് പരാതി ലഭിച്ചിരിക്കുന്നു. ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി അന്വേഷിച്ച് നടക്കുകയായിരുന്നില്ലേ പോലീസ്? എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും പോലീസിന് ലഭിച്ചതുമില്ല. ഇപ്പോഴിതാ റിനിക്കെതിരെ പരാതി ലഭിച്ചിരിക്കുന്നു. അന്വേഷണം നടത്തണം ഏമാന്മാരെ, അന്വേഷണം നടത്തണം, ഗൂഢാലോചന കണ്ടെത്തണം. കാരണം അങ്ങനെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷനാകേണ്ട ഒരു വ്യക്തിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ ഈ പ്രസ്ഥാനത്തിന്റെ പ്രതിരോധിക്കാൻ മുൻപന്തിയിലുണ്ടായ വ്യക്തിയാണ്. ചാനലിൽ ബബ്ബബ്ബ അടിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ബബ്ബബ്ബ അടിക്കാതെ കൃത്യമായ ആളന്ന് മുറിച്ച മറുപടികൾ കൊണ്ട് സഖാക്കളെയും ചാനലുകാരെയും ഒരുപോലെ വായടപ്പിച്ച വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് അയാളെ അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തളർത്തി മൂലക്കിരുത്തി ഒരു രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അങ്ങ് മായച്ച് കളയേണ്ട വ്യക്തിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടവനാ. അയാൾ ഒരുപാടധികം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാ. ആ തുടങ്ങി വെച്ചതൊക്കെ പൂർത്തീകരിക്കാനും അയാൾ ഇവിടെ വേണം. അയാൾ പാലക്കാടിന്റെ മണ്ണിൽ ഒരുപാടധികം പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞതാ. ആ ആരംഭിച്ച പ്രവർത്തനങ്ങളൊക്കെ, എല്ലാ പ്രവർത്തനങ്ങളും അയാൾ പൂർത്തീകരിക്കാൻ അയാൾ ഇവിടെ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം മാത്രം ഉന്നയിച്ചുകൊണ്ട് അവർ മാത്രം വലിയ വലിയ കളങ്കമില്ലാത്ത പുണ്യാളന്മാരായിട്ടുള്ളവർ ഇവർ മാത്രമായി അങ്ങനെ ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ അവർ മാത്രം അങ്ങനെ ജീവിക്കേണ്ട. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ വേട്ടയാടപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയല്ല. അയാൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ പിന്നിലുള്ള ഗൂഢാലോചന അത് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം രാഹുലും ഇവിടുത്തെ ഒരു പൗരനാണ്. അയാൾക്കും അയാൾക്കും അയാളുടേതായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനത്തിന്റെ ബാധ്യതയാണ്. കാരണം ഇത്രയധികം മാധ്യമ വിചാരണ അല്ലെങ്കിൽ വേട്ടയാടലുകൾ നേരിടാൻ മാത്രം അയാൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ അയാൾക്കെതിരെ ഇത്തരത്തിലൊരു ആക്രമണം സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്ന് കൊടുത്തത് ഈ റിനി ആൻഡ് ജോർജിനെ പോലെയുള്ള ആളുകളാണ്. അവർക്കെതിരെ രൂക്ഷമായ കർശനമായ നടപടികൾ ഉണ്ടാവണം. അതിന് അന്വേഷണം നടത്തണം, ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം, രാഹുലിന്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിന് പോലീസ് ഈ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയേ മതിയാകൂ.